നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. പകരച്ചുങ്കവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിത നടപടിയെടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ പകരച്ചുങ്കം ട്രംപ് മരവിപ്പിച്ചിരിക്കുകയാണ്. 90 ദിവസത്തേക്കാണ് അധിക തീരുവ ചുമത്തിയത് മരവിപ്പിച്ചത്. ഈ 90 ദിവസവും പകരച്ചുങ്കം 10% മാത്രമായിരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125% ഉയർത്തിയിരിക്കുകയാണ്. ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. ചൈന ഒഴികെയുള്ള 75ഓളം രാജ്യങ്ങൾക്ക് അടിസ്ഥാന തീരുവ 10% പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ ചൈനയ്ക്ക് ട്രംപ് ബുധനാഴ്ച 104% ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി US ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും തീരുവ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ 84%ആയിട്ടാണ് ഇപ്പോൾ കൂട്ടിയത്. ട്രംപ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ പകരച്ചുങ്കം കഴിഞ്ഞ ദിവസം മുതൽ നിലവിൽ വന്നിരുന്നു. ഇന്ത്യ അടക്കം 86 രാജ്യങ്ങൾക്കാണ് US പ്രസിഡന്റ് പകരത്തീരുവ പ്രഖ്യാപിച്ചിരുന്നത്. US വ്യാപാര നിയമം 301 വകുപ്പ് പ്രകാരമുള്ള നടപടി കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ നടപ്പാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ചൈന US-നെതിരെ ചുമത്തിയ പകരച്ചുങ്കം പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് 100%-ലധികം US ചൈനയ്ക്ക് നേരെ ചുമത്തിയത്. തീരുവ കുറയ്ക്കാൻ തിങ്കളാഴ്ച വരെ സമയവും നൽകിയിരുന്നു. എന്നാൽ ചൈന അതിന് തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് 100%-ലധികം തീരുവ ചുമത്തിയത്. 77 രാജ്യങ്ങളാണ് അധിക തീരുവ സംബന്ധിച്ച ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിനെ സമീപിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യ ചർച്ച നടത്തുക ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുമായി ആയിരിക്കുമെന്നാണ് US അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആഗോള വിപണിയിൽ ഈ തീരുവ സംബന്ധിച്ച് തിരിച്ചടി തുടരുകയാണ്. ചൊവ്വാഴ്ചയും അമേരിക്കയുടെ ഓഹരി വിപണി കുത്തനെ ഇടിയുന്ന കാഴ്ചകളും കണ്ടിരുന്നു. ജോൺ സൂചിക 320 പോയിന്റ് കുറവിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് സൂചിക 335 പോയിന്റ് ഇടിവിൽ ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ S&P 500 സൂചിക 80 പോയിന്റാണ് ചൊവ്വാഴ്ച മാത്രം ഇടിഞ്ഞത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക തീരുവ പ്രഖ്യാപിച്ചത്. വിമോചന ദിനം എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിവസമായിരുന്നു തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചിരുന്നത്. വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്കും 25% നികുതി ചുമത്തിയിരുന്നു. US വ്യാവസായിക ശക്തിയുടെ പുനർജന്മമാകും പുതിയ തീരുവ പ്രഖ്യാപനമെന്നും US ഒരിക്കൽ കൂടി സമ്പന്നമാകുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. വിദേശികൾ നമ്മുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു, ജോലി അവസരങ്ങൾ തട്ടിയെടുത്തു, ഇനി അത് അനുവദിച്ചു കൊടുക്കുകയില്ല. നമ്മളോട് ചെയ്യുന്നത് പോലെ തിരിച്ചും ചെയ്യും. തിരിച്ചടി തീരുവ ആ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തും. US-നെ മഹത്തരമാക്കും. ജോലി അവസരങ്ങൾ തിരിച്ചുവരും. വിദേശ വ്യാപാര പ്രതിബന്ധങ്ങൾ മറികടക്കും. US-ന്റെ സുവർണ്ണ നാളുകൾ തിരിച്ചുവരുമെന്നാണ് ട്രംപ് അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്.